കോതമംഗലത്ത് 23-കാരിയുടെ ആത്മഹത്യയിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി സുഹൃത്ത്. മതം മാറണമെന്ന് നിർബന്ധിച്ച റമീസ് പെൺകുട്ടിയെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അടിമാലിയിലെത്തിയെങ്കിലും അവസാന നിമിഷം റമീസ് പിന്മാറിയെന്നും സുഹൃത്തും സഹോദരനും പറഞ്ഞു. ചേട്ടാ എന്നെ ഒന്ന് രജിസ്റ്റർ മാരേജ് ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ ഒന്ന് വിട്ടാൽ മതി എന്ന് അവൾ കർശനമായിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. എനിക്ക് ആ വീട്ടിൽ പോകാൻ താല്പര്യമില്ല, അവർ വീണ്ടും എന്നെ മതം പറഞ്ഞ് മാറ്റുമെന്ന് പറഞ്ഞ് അവൾ അതാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. റമീസിൻ്റെ കൂടെ പോയി. അപ്പോഴത്തേക്കും പോയി വീട്ടിലേക്കാണ് പോയത്. രാത്രി 8:30-9 മണിയായപ്പോഴത്തേക്കും എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പറഞ്ഞു, എടി എന്നെ റൂമിൽ പൂട്ടിയിട്ടേക്കുക, അങ്ങനെയാക്കാന്ന് പറഞ്ഞാൽ അവൾ കരഞ്ഞുകൊണ്ട് വിളിക്കും എന്നെ. മൂവാറ്റുപുഴ വെച്ച് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവളുടെ മുഖത്ത് പാടുണ്ടായിരുന്നു, ചുമന്ന് കിടക്കും, തടിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ മുഖത്ത് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, റേമി അടിച്ചതാ എന്ന് പറഞ്ഞു. അവൾ എന്നാൽ തടിച്ചെന്ന് ചോദിച്ചാൽ അപ്പോഴത്തേക്ക് അവൾ ചേട്ടാ നീ എന്തിനാ അവളെ അടിച്ചേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ മൈൻഡൊന്നും ചെയ്യുന്നില്ല. ഒരു വർഷം കഴിയുമ്പോൾ ജാതി മാറി കല്യാണം, ഇവിടെ എൻഗേജ്മെൻറ്റ് പരിപാടി ഞങ്ങളുടെ ഇത്, അവരുടെ രീതിക്ക് കല്യാണം, അവിടെ അത് കഴിഞ്ഞിട്ട് കല്യാണം. അതെല്ലാം തീരുമാനമായിട്ട് നിൽക്കുമ്പോഴാണ് ഇവനെ ലോഡ്ജിൽ നിന്ന് പിടിക്കുന്നത്. വേറൊരു പെൺകുട്ടിയായിട്ട് ലോഡ്ജിൽ നിന്ന് പിടിച്ച് അനാശാസ്യത്തിന് പിടിച്ചു. അങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു, ഇനി ഞാൻ ജാതി മാറില്ല എന്ന് പറഞ്ഞു. ജാതി മാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, അവൻ്റെ ഉമ്മയുടെ മാപ്പയുടെ അടുത്ത് അവിടെ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോൻ ഇങ്ങനെ പിടിച്ചു, ഇനി ഞാൻ ജാതി മാറേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി എന്തിനും ഞാൻ ജാതി മാറണേ, അല്ലാതെ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ അവരുടെ വീട്ടുകാർ അപ്പം തന്നെ അവർക്ക് ദേഷ്യം വന്നു. 23-കാരിയുടെ ആത്മഹത്യയിൽ പ്രതി റമീസിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ലാല്, ഇതിൽ പോലീസിന്റെ നീക്കങ്ങൾ, തുടർ നടപടികൾ എന്തൊക്കെയാണ്? പോലീസ് എന്തെങ്കിലും ഔദ്യോഗികമായി വിശദീകരിക്കുന്നുണ്ടോ ഈ മൊഴികൾക്കപ്പുറത്തേക്ക്? വിജയകുമാർ, ഇപ്പോൾ നിലവിൽ കോതമംഗലം പോലീസ് ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തി മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. മൊഴിയെടുക്കുന്ന സമയത്ത് പെൺകുട്ടിയുടെ അമ്മ, പെൺകുട്ടിയുടെ സഹോദരൻ, നമ്മളോട് നേരെ സംസാരിച്ച കൂട്ടുകാരി അടക്കമുള്ള ആളുകളുടെ മൊഴിയാണ് വിശദമായി രേഖപ്പെടുന്നത്. അമ്മയെക്കാളും സഹോദരനേക്കാളും കൂടുതൽ വിവരങ്ങൾ പോലീസിനോട് കൈമാറാൻ കഴിയുന്നതും കൂട്ടുകാരിയാണ്. കാരണം എല്ലാ സമയത്തും കൂട്ടുകാരിയുമായിട്ടാണ് ഈ കുട്ടി കൂടുതൽ വിവരങ്ങളെല്ലാം കൈമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരിയുടെ പക്കൽ നിന്നാണ് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായക വിവരങ്ങൾ ലഭ്യമാകാനും ഇടയുള്ളൂ. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോട് സംസാരിച്ച വേളയിൽ തന്നെ പറഞ്ഞത്, ഒരാഴ്ച മുമ്പ് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇരുവരും തമ്മിൽ കൂടുതൽ കലുഷിതമായത്. അതായത് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് വീണ്ടും വിവാഹത്തിന് നിർബന്ധിക്കുന്ന സമയത്താണ്. വിവാഹത്തിന് നിർബന്ധിക്കുക എന്ന് പറഞ്ഞാൽ മതം മാറി വിവാഹം കഴിക്കണം എന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണോ റമീസിൻ്റെ കുടുംബവും നിലനിന്നിരുന്നത്. അത് പലപ്പോഴും പറ്റില്ല എന്ന നിലപാട് പെൺകുട്ടി എടുത്തിരുന്നു. പക്ഷേ അത് തയ്യാറായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ രജിസ്റ്റർ മാരേജിന് വേണ്ടി അടിമാലിയിൽ ഈ സുഹൃത്ത് വഴി എല്ലാ സംവിധാനങ്ങളും ചെയ്തിരുന്നുവെങ്കിൽ പോലും വൈകുന്നേരമായതോടുകൂടി മറ്റൊരു സംവിധാനം ചെയ്തിട്ടുണ്ട്, ആലുവയിൽ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് റമീസ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതിന് തൊട്ട് പിന്നാലെയാണ് മർദ്ദനങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായത് എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നു എന്ന് കണ്ടതോടുകൂടി ഞായറാഴ്ച വൈകിട്ടോടുകൂടി പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയാക്കി. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയും ഉണ്ടാകുന്നത്. ഇതിനിടയിൽ മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ വിശദമായി അറിയേണ്ടതുണ്ട്. ഫോണിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ആത്മഹത്യ പ്രേരണ കുറ്റം, അതോടൊപ്പം തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നീ വകുപ്പുകൾ നിലവിൽ പോലീസ് ചുമത്തിയിട്ടുള്ളത്. ഗുരുതരമായ ആരോപണം, നിർബന്ധിച്ച് മതം മാറ്റാൻ ഈ കുടുംബം പറയുന്നു എന്നൊരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഈ കുടുംബം ആൺകുട്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കുന്നുണ്ട്. അതേ കാര്യം പെൺകുട്ടിയും അടിവരയിടുന്നുണ്ട്, അതായത് കൂട്ടുകാരിയും അടിവരയിടുന്നുണ്ട്. പക്ഷേ ഇത് സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ വേണം. മാത്രമല്ല വലിയ കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ള സാധ്യതകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ച് തന്നെയാണ് പോലീസ് നീക്കുന്നത്. പക്ഷേ ഈ ഫോൺ ചാറ്റുകളിൽ നിന്ന് പെൺകുട്ടി മരിക്കാൻ പോകുന്ന കാര്യം റമീസിന് നേരത്തെ അറിയാമായിരുന്നു എന്ന കാര്യം കൂടി വ്യക്തമായിട്ടുണ്ട്. ആത്മഹത്യയിൽ പ്രതി റമീസിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തൊടുപുഴയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.